തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് വീഡിയോയിലൂടെ ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുവാൻ ദൈവം ഇടയാക്കിയതിനൊരു ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനത്തിൻ്റെ മുമ്പിലിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാരെ, ദാസികളെ, എന്നൊക്കെയോ ദൈവവചനത്തിൽ നിങ്ങൾ ഇരുന്നിട്ടുണ്ടോ അന്നൊക്കെ ദൈവം നമ്മെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇന്നും അനുഗ്രഹിക്കുന്ന ദൈവം, ഇന്ന് നമ്മെ ബലപ്പെടുത്തുന്ന ദൈവം, ഇന്ന് നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവം, ഇന്ന് നമ്മെ മാറ്റം വരുത്തുന്ന ദൈവം ഈ വചനത്തിലൂടെ നിങ്ങളിലൂടെ പ്രവർത്തിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ, നിങ്ങൾ ഏർപ്പെട്ടിരുന്ന എല്ലാ മേഖലകളിലൂടെ നടുവിലൂടെയും ഈ വചനം നിങ്ങളുടെ ഉള്ളിൽ കടന്നു വന്ന് പ്രവർത്തിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ സശ്രദ്ധമായിരിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഒരു വചനം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം ഇങ്ങനെ കുറിക്കുകയാണ്: നീ എഴുന്നേറ്റ് കുശവൻ്റെ വീട്ടിൽ ചെല്ലുക, അവിടെ വെച്ച് ഞാൻ നിന്നെ എൻ്റെ വചനങ്ങളെ കേൾപ്പിക്കും. ഈ ഭാഗം എല്ലാവർക്കും സുപരിചിതമെന്ന് ഞാൻ കരുതട്ടെ. ദൈവമായ കർത്താവ് തൻ്റെ വേലയ്ക്ക് വേണ്ടി കാലാകാലങ്ങളിൽ വിളിച്ച് വേർതിരിച്ച് വയൽമുഖത്ത് ആക്കിയിരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നു. പഴയ നിയമം പരിശോധിക്കുമ്പോൾ രാജാക്കന്മാരെയും പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും ദൈവം വിളിച്ച് വേർതിരിച്ച് വയൽമുഖത്താക്കിയിരിക്കുകയാണ്. എന്തിനാണ് രാജാക്കന്മാരെ വിളിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേദപുസ്തകം പഠിക്കുന്നത് കാണാൻ സാധിക്കുന്നു. തൻ്റെ ജനത്തെ, ദൈവജനത്തെ ദൈവിക ആലോചനയിലും ദൈവിക ദർശനത്തിലും നടത്തുവാൻ വേണ്ടിയിട്ടാണ് ഈ രാജാക്കന്മാരെ എൻ്റെ ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. അതിൽ അവിശ്വസ്തത കാണിച്ചു കഴിഞ്ഞാൽ, രാജാക്കന്മാർ സ്വയത്തുനിന്ന് ചെയ്തു കഴിഞ്ഞാൽ, സ്വന്തം ഇഷ്ടത്തിൽ ചെയ്തു കഴിഞ്ഞാൽ, ദൈവത്തോട് ആലോചിക്കാതെ ദൈവത്തിന് ഹിതകരമല്ലാത്ത വിധത്തിൽ രാജാവ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ രാജാവിനെ തള്ളുന്ന ഈ വേദപുസ്തകം പഠിക്കുന്ന കാണാൻ സാധിക്കുന്നു. ഇസ്രായേലിൻ്റെ 1-ാമത്തെ രാജാവായ ശൗലിനെ തള്ളാൻ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം ശൗലിനെ വിളിച്ചു, വേർതിരിച്ചു, അഭിഷേക തൈലം വീഴ്ത്തി തലയിൽ. പക്ഷേ വീഴ്ത്തിയപ്പോൾ ദൈവീയ കൽപ്പന കൊടുത്തിരുന്നു, ഇന്നു മുതൽ നിന്നെ രാജാവായി ഞാൻ അഭിഷേകം ചെയ്യുകയാണ്. ഈ അഭിഷേകം ചെയ്ത് ഇന്നു മുതൽ കഴിഞ്ഞ നാളുകളിൽ നടന്നതുപോലെ നിനക്ക് നടക്കാൻ അധികാരമില്ല, കഴിഞ്ഞ നാളുകളിൽ പ്രവർത്തിച്ചതുപോലെ നിനക്ക് പ്രവർത്തിക്കാൻ അവകാശമില്ല. ഇനി ദൈവവചനം കേട്ടുകൊള്ളുവീൻ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ ചില കൽപ്പനകൾ ഇസ്രായേലിൻ്റെ 1-ാമത്തെ രാജാവിന് കൊടുത്തായി നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നാൽ മുന്നോട്ട് കടന്നു പോയപ്പോൾ തന്നെ ആക്കിയിരിക്കുന്നത് ദൈവമാണെന്നുള്ള ആ വിശ്വാസം നഷ്ടപ്പെട്ടിട്ട് തൻ്റെ ജീവിതം താൻ സ്വന്തം ഹിതത്തിൽ അത് മുന്നോട്ട് നീങ്ങുവാൻ ഈ രാജാവ് ഇടയായി. ഈ രാജാവ് മുന്നോട്ട് നീങ്ങിയപ്പോൾ ദൈവകൽപ്പന ലംഘിച്ചതായി ശൗമേലിൻ്റെ പുസ്തകം വായിക്കുന്ന കാണാൻ സാധിക്കുന്നു. അങ്ങനെ ദൈവകൽപ്പന ലംഘിച്ച് മുന്നോട്ട് നീങ്ങിയപ്പോൾ രാജാവ് വിചാരിച്ചു ഇത് ആരും കാണുന്നില്ല എന്ന്. എന്നാൽ സകലവും നഗ്നവും മലർന്നുമായി കിടക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ ഓരോ പ്രവൃത്തിയും വെളിപ്പെട്ടു വരുന്നു. അങ്ങനെ ഈ ദൈവസന്നിധിയിൽ അത് പാപം ചെയ്ത ഈ ദൈവകൽപ്പന അനുസരിക്കാത്ത ശൗല് അത് ദൈവത്തിൽ നിന്ന് തള്ളപ്പെട്ടായി നമുക്ക് കാണാൻ സാധിക്കുന്നു. വീണ്ടും നമുക്ക് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു, പുരോഹിതന്മാരെ വിളിക്കുന്നു. എന്തിനാണ് പുരോഹിതന്മാരെ വിളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തൻ്റെ ജനത്തിന് വേണ്ടി, തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനും ജനങ്ങളുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനും അപേക്ഷിക്കുവാനും പ്രാർത്ഥിക്കുവാനും വേണ്ടിയിട്ടാണ് ഈ പുരോഹിതന്മാരെ എൻ്റെ ദൈവം വിളിച്ചിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞ ജനത്തിൽ നിന്ന് വാങ്ങി ദൈവത്തിന് കൊടുക്കുന്നവരാണ് പുരോഹിതന്മാർ. പ്രവാചകന്മാർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ വിളി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ജനത്തിന് കൊടുക്കുന്നവരാണ്. പ്രിയമുള്ളവർ, ഇങ്ങനെ ഇതിൻ്റെ അകത്ത് അവിശ്വസ്തത കാണിച്ചു കഴിഞ്ഞാൽ ദൈവം പലരെയും തള്ളുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇതാ ഇവിടെ യിരെമ്യാ പ്രവാചകനെ വിളിക്കുകയാണ്. പ്രവാചകന്മാരെക്കുറിച്ച് ഞാൻ പറഞ്ഞു, ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ച് മുന്നോട്ട് നീങ്ങുന്നവരാണ്. ഈ യിരെമ്യാ പ്രവാചകനെ വിളിച്ചിട്ട് യഹോവയായ ദൈവം അരുളി ചെയ്യുകയാണ്. യിരെമ്യാ പ്രവാചകൻ്റെ 18-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ: യഹോവയെങ്കിൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാട്. ദൈവത്തിൽ നിന്ന് യിരെമ്യാവിന് അരുളപ്പാട് ലഭിക്കുകയാണ്. എന്താണ് ദൈവത്തിൽ നിന്ന് അരുളപ്പാട് ലഭിച്ചത്? നീ എഴുന്നേറ്റ് കുശവൻ്റെ വീട്ടിലേക്ക് ചെല്ലുക. ആ പ്രഭാതത്തിൽ യഹോവയായ ദൈവം യിരെമ്യാവിനൊരു ഡ്യൂട്ടി കൊടുക്കുകയാണ്, ഒരു വേല കൊടുക്കുകയാണ്. നീ എഴുന്നേൽക്കുക. എഴുന്നേറ്റ് എങ്ങോട്ടാണ് ചെല്ലേണ്ടത്? കുശവൻ്റെ വീട്ടിലേക്ക് ചെല്ലുക.
എന്നിട്ട് തുടർന്ന് എൻ്റെ കർത്താവായ യേശു ക്രിസ്തു അവിടെ പറയുന്നുണ്ട്, അവിടെ എത്തുമ്പോൾ എൻ്റെ വചനങ്ങളെ കേൾപ്പിക്കും. യെരമ്യാ പ്രവാചകനോട് പറയുകയാണ്, കുശവൻ്റെ വീട്ടിൽ വചനങ്ങളെ കേൾപ്പിക്കുമെന്ന്. നാം നമ്മിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കുശവൻ്റെ വീട്ടിൽ എന്താണ് വചനം ലഭിക്കുന്നത്? കുശവൻ്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നു. കുശവൻ എന്താണ്, കുശവൻ്റെ ജോലി എന്തെന്ന് നോക്കിക്കഴിഞ്ഞാൽ കുശവന് അത് പാത്രം ഉണ്ടാക്കൽ, കലമുണ്ടാക്കലാണ്. നമ്മളോടാ ഇങ്ങനെ പറയുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മൾ തിരസ്കരിച്ചേനെ. എന്നാൽ യെരമ്യാ പ്രവാചകന് അറിയാമായിരുന്നു, എൻ്റെ കർത്താവ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ അവിടെ വചനമുണ്ടെന്ന്. അടിയുറച്ച് വിശ്വസിച്ച ഈ യെരമ്യാ പ്രവാചകൻ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച്, ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് ഈ കുശവൻ്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. കുശവൻ്റെ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ അവിടെ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കുശവൻ്റെ വേല അവിടെ ചക്രത്തിന്മേൽ വേല ചെയ്യുകയാണ്. ഈ കുശവൻ്റെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. ഈ കുശവൻ ഒരു കലത്തെ രൂപാന്തരപ്പെടുത്തുവാൻ വേണ്ടിയിട്ട്, ഈ കുശവൻ ഈ കലമുണ്ടാക്കാൻ വേണ്ടി സാമഗ്രികൾ എടുക്കാൻ പോയത് ഉയർന്ന സ്ഥലമല്ല, നല്ല മാർബിൾ ഇടം നോക്കിക്കൊണ്ടല്ല. പിന്നെയോ ഈ കുശവൻ ചേറിലേക്ക് താഴത്തേക്ക് ഇറങ്ങി വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കണം. നമ്മളൊക്കെ ഒരു കാര്യം പറയുമ്പോൾ നല്ല ഇടവും നല്ലതും ഉയർന്നതും അന്വേഷിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ ഈ കുശവൻ നേരെ താഴേട്ട് വരികയാണ്. ഈ താഴേട്ട് വന്ന് അവിടുത്തെ ചെളിയെ കാണുകയാണ്, ഈ മണ്ണിനെ കാണുകയാണ്. നാം നോക്കുമ്പോൾ ഈ മണ്ണ് ഒന്നിനും ഉപയോഗമില്ലാത്ത ചെളിയാണെന്ന് ഒരുപക്ഷെ നാം ചിന്തിച്ചേക്കാം. എന്നാൽ കുശവൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ നാം കാണുന്നത് പോലെയല്ല ഈ കുശവൻ ഈ ചേറിനെ, ഈ ചെളിയെ കാണുന്നത്. ഈ ചെളിയെ കാണുന്നത് ഇതിലൂടെയുള്ള മനോഹരമായ വസ്തുവിനെ, മനോഹരമായ പാത്രത്തെ, അതുപോലെ ഷോക്കേഴ്സിൽ വയ്ക്കാൻ കൊള്ളാവുന്ന മനോഹരങ്ങളായ രൂപങ്ങളെയാണ് ഈ കുശവൻ കാണുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ഞാൻ നിങ്ങളോട് വിരൽ ചൂണ്ടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെ നീ നിന്നെ തന്നെ സ്വയം വിധിച്ചുകൊണ്ട് എനിക്കൊന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ ആയിരിക്കുന്നുവെങ്കിൽ, അത് എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും, ദൈവത്തിന് വേണ്ടി, ദൈവവേലയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് നിരാശയുടെ ശബ്ദവും വേദനയുടെ നെടുവീർപ്പോടെ നീ ജീവിതം മുന്നോട്ട് നീങ്ങുന്നുവെങ്കിൽ, ഈ കുശവൻ നേരെ താഴേട്ട് വന്ന ആർക്കും വേണ്ടാത്ത ചെളിയെ ദർശിച്ചെങ്കിൽ, ഈ ദൈവം നിന്നെ ദർശിക്കാൻ ഇന്ന് മതിയായവനാണ്. ഈ ദൈവം നിന്നെ ഇന്ന് കാണാൻ നീ ആയിരിക്കുന്ന സ്ഥാനത്ത് വന്നിരിക്കുകയാണ്. ഈ ദൈവം നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. കുശവൻ താഴത്തേക്ക് ഇറങ്ങി വന്നതുപോലെ എൻ്റെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ മെനയുവാൻ നാം ആയിരിക്കുന്ന സ്ഥാനത്തേക്ക് ഇറങ്ങി വന്നു. ഫിലിപ്പിയ ലേഖനത്തിലൂടെ 2-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസ്യരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അവൻ ദാസ്യരൂപമെടുക്കുകയാണ്. ഈ ലോകത്തിലെ കുശവൻ ഒരു മനോഹരമായ പാത്രത്തെ മെനയുവാൻ വേണ്ടി താഴ്ന്ന ഇടത്തേക്ക് കടന്നു വന്നതുപോലെ നമ്മുടെ ഉടയവനായ നല്ല കുശവൻ ദൈവത്തോടുള്ള സമത്വം എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ട് ഒപ്പമായിരുന്നവൻ അത് ത്യജിച്ച് നാം ആയിരിക്കുന്ന ആ ചേറ്റുകുഴിയിലേക്ക്, സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, സങ്കീർത്തനം 40-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. ഈ നാശകരമായ കുഴിയിലേക്ക്, നീ ആയിരിക്കുന്ന ഇടത്തേക്ക്
നീ ആയിരിക്കുന്ന സ്ഥലത്തേക്ക്, ഒരുപക്ഷെ നിൻ്റെ സ്ഥലത്ത് ഇന്ന് ആരും നിൻ്റെ അടുത്തേക്ക് കടന്നു വരാതിരിക്കുന്ന ആ സ്ഥലത്തേക്ക്, ഒരുപക്ഷെ ഞാനിത് പറയുമ്പോൾ നീ ഇങ്ങനെ ചിന്തിച്ചിരിക്കാം, എൻ്റെ അടുത്തേക്ക് ആരും കടന്നു വരുന്നില്ലല്ലോ എന്ന്. എൻ്റെ അടുത്തേക്ക് എന്നോട് സംസാരിക്കാൻ ആരും തയ്യാറാകുന്നില്ലല്ലോ എന്ന്. എന്നാൽ ആരും തയ്യാറാകാത്ത ആ സ്ഥാനത്തേക്ക് എൻ്റെ യേശു, നല്ല കുശവനായ യേശു നിൻ്റെ അടുത്തേക്ക് കടന്നു വരികയാണ്. ഈ കുശവനിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കും, നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ കുശവൻ ഈ ചെളിയെ എടുക്കുകയാണ്. ഇന്ന് നിന്നെ മെനയാൻ, ഇന്ന് നിന്നെ രൂപാന്തരപ്പെടുത്താൻ, നിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ ഇന്ന് നിന്നെ എടുക്കാൻ പോകുന്ന ഒരു കർത്താവുണ്ട്. ഈ കുശവൻ ചെളിയെടുക്കുകയാണ്. ഞാനൊന്ന് പറയട്ടെ, ഈ കുശവൻ ഈ ചെളിയെടുക്കുമ്പോൾ എന്നെ എടുക്കരുതെന്ന് പറഞ്ഞാൽ ഒരിക്കലും ആ ചെളിക്ക് നല്ലൊരു പാത്രമായി തീരാൻ സാധ്യമല്ല. കുശവൻ എടുത്ത ചെളിക്ക് മാത്രമാണ് പാത്രമായി തീരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ നല്ലവനായ കുശവൻ നിന്നെ എടുക്കാൻ നിൻ്റെ അടുത്ത് കടന്നു വരുമ്പോൾ, നിൻ്റെ അടുത്ത് ചാര നിൽക്കുമ്പോൾ, എന്നെ എടുത്തുകൊള്ളുവീനെന്ന് നീ സമർപ്പിച്ചാൽ, ഈ ചെളിയെ ഈ കുശവൻ്റെ കയ്യിൽ സമർപ്പിച്ചതുപോലെ എന്നെ ഇതാ നിൻ്റെ സന്നിധിയിൽ കാഴ്ചയണപ്പാനും നാഥ എന്ന് പറഞ്ഞതുപോലെ പൂർണ്ണമായി സമർപ്പിച്ചു കൊടുത്താൽ നിന്നെ എടുക്കാൻ ഈ കുശവൻ മതിയായവനാണ്. ഈ കുശവൻ എടുക്കുമ്പോൾ നാം വിചാരിക്കും നമ്മുടെ ജീവിതം സുഖകരമാണെന്ന്. ഈ ചെളിയുടെ ചിന്തയിലേക്ക് നമുക്കൊന്ന് കടന്നു വരുമ്പോൾ, അതുവരെയും കുശവൻ എടുക്കുന്നതിന് മുമ്പ് വരെയും മറ്റ് ചെളികളുമായിട്ട് കൂട്ടിയിണങ്ങപ്പെട്ട്, മറ്റ് ചെളികളുമായിട്ട് പലതും പറഞ്ഞ് രസിച്ച് മുന്നോട്ട് നീങ്ങിയിരിക്കുന്ന ചെളിയാണ്. എന്നാൽ ആ കുശവൻ എടുത്തു കഴിയുമ്പോൾ മറ്റ് ചെളിയുമായിട്ടുള്ള ചില ബന്ധങ്ങൾ വിടുകയാണ്. കഴിഞ്ഞ നാളുകളിൽ സംസാരിച്ചതുപോലെ സംസാരിക്കാൻ സാധ്യമല്ല. കാരണം ഈ ചെളി കുശവൻ്റെ കയ്യിലാണ്, ഈ ചെളി ഉടയവൻ്റെ കയ്യിലാണ്, ഈ ചെളി ആയിരിക്കുന്നത് അരുമനാഥൻ്റെ അതേ കൈകളിലാണ്. അതുകൊണ്ട് ഒരുപക്ഷെ ലോകക്കാർ ചിന്തിക്കുന്ന പോലെ നമുക്ക് ചിന്തിക്കാൻ അവകാശമില്ല. എങ്കിലും ഈ ചെളിക്കൊരു പ്രത്യാശയുണ്ട്, ഇതെടുത്തതിന് ഒരു ഉദ്ദേശമുണ്ടെന്ന്. അല്പമായ വേദനകളും അല്പമായ പിരിമുറുക്കങ്ങളും ഉണ്ടെങ്കിലും ചെളിക്ക് തന്നെ അറിയാം ഇത് എടുത്തതിൻ്റെ ഉദ്ദേശം എന്തിനാണെന്ന്. അങ്ങനെ ഈ കുശവൻ്റെ കയ്യിൽ ഈ ചെളി ആയിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ഈ വചനത്തിലൂടെ നിങ്ങളെ എടുക്കാൻ എൻ്റെ ദൈവം തയ്യാറാണ്. നീ വിട്ടുകൊടുത്താൽ നിന്നെ രൂപാന്തരപ്പെടുത്താൻ യേശു മതിയായവനാണ്. ഈ ചെളി എടുത്തുകൊണ്ട് പോവുകയാണ്. എടുത്തുകൊണ്ട് പോയിട്ട് ചെളിയെ പാത്രമായി രൂപാന്തരപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഈ ചെളി വയ്ക്കുന്നത് ഒരു ചക്രത്തിന്മേലാണ്. ഒരു ചക്രത്തിന്മേൽ ഈ ചെളിയെ കൊണ്ടുവന്ന് വയ്ക്കുകയാണ്. ഈ ചെളി വെച്ചതിന് ശേഷം ഈ ചക്രം, ഈ കുശവൻ ഒരു കൈ കൊണ്ട്, ഇടത്തെ കൈ കൊണ്ട് ഈ കുശവൻ ഈ ചക്രം ഇങ്ങനെ കറക്കുകയാണ്. ഈ കറക്കിയച്ച് കുശവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നില്ല. ഇന്ന് പലരുടെയും ചിന്താഗതി യേശുവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നാൽ എല്ലാം സുഖകരമാണെന്ന്, ജീവിതം സന്തോഷപ്രദമാണെന്ന് ആണ്. പ്രിയമുള്ളവരെങ്കിലും ഞാനൊന്ന് പറയട്ടെ, അതെ, ഈ ജീവിതം കറക്കൽ അനുഭവപ്പെടുകയാണ്. ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചെളി പറയുകയാണ്, എനിക്ക് ഈ കറക്കൽ അനുഭവപ്പെടാൻ സാധ്യമല്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആ ചെളിക്ക് കുശവൻ ഉദ്ദേശിക്കുന്ന വിധത്തിലുള്ള പാത്രമായി തീരാൻ സാധ്യമല്ല. ഈ ചെളി
കുശവൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുകയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഫുട്ബോൾ കളി കാണുന്നവരാണ് നാം എല്ലാവരും. ഈ പന്ത് പറയുകയാണ്, എനിക്ക് ഈ കളിക്കാരുടെ പാദത്താൽ തട്ടുകൊള്ളാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആ പന്ത് ഗോളടിക്കില്ല, ഗോളടിക്കാൻ സാധ്യമല്ല. എന്നാൽ ഈ പന്ത് കളിക്കാരുടെ പാദത്തിന്മേൽ തട്ടുകൊള്ളാൻ തയ്യാറാണെന്നുള്ള ആ നിശ്ചയത്തോടുകൂടി ഈ കളി കോർട്ടിലിറങ്ങുമ്പോൾ ഗോളടിക്കാൻ ഇടയാകുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ഈ പന്ത് വിട്ടുകൊടുക്കുന്നത് പോലെ നിന്റെ പാദാഘാതമേക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ജീവിതത്തെ വിട്ടുകൊടുക്കാമെങ്കിൽ, നീ എന്നെ എന്തോരു വേണമെങ്കിലും തട്ടിയാലും അതിന് തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് വിട്ടുകൊടുക്കാമെങ്കിൽ, നിന്നെ മനോഹരമായ ഒരു പാത്രമാക്കി പുറത്തെടുക്കാൻ എൻ്റെ യേശു മതിയായവനാണ്. അങ്ങനെ ഈ ചെളി ഈ കറക്കുമ്പോൾ നീ കറങ്ങിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോകുന്നവനല്ല ഈ ലോകത്തിലെ കുശവനെങ്കിൽ, പ്രതികൂലത്തിൻ്റെ നടുവിലൂടെ കടന്നു പോകുന്ന എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങളോട് ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രതികൂലത്തിൻ്റെ നടുവിൽ ബന്ധുക്കൾ മാറിപ്പോയേക്കാം, ഉറ്റവർ മാറിപ്പോയേക്കാം, മക്കൾ മാറിപ്പോയേക്കാം, സഹായിക്കാം എന്ന് പറയുന്ന പലരും മുഖം മറച്ച് കടന്നു കളഞ്ഞേക്കാം. എന്നാൽ കടന്നു കളയാത്ത ഒരു ഉടയവനുണ്ട്. നിന്നെ എടുത്തവൻ, നിനക്ക് ഇതുവരെയും ആയുസ്സും ആരോഗ്യം തന്നവൻ, അവൻ മാറിപ്പോകുന്നില്ല. എത്രത്തോളം കറങ്ങുന്നുണ്ടോ അത്രത്തോളം ഈ ലോകത്തിലെ കുശവൻ ചേർന്നിരിക്കുന്നത് പോലെ നീന്നോട് ചേർന്നിരിക്കുന്ന ഒരു ദൈവമുണ്ട്, ഒരു ഉടയവനുണ്ട്. അത് നീ മനസ്സിലാക്കണം. നാം പ്രതികൂലം വരുമ്പോൾ നാം നമ്മുടെ അയൽക്കാരിലേക്ക് നോക്കും, അവന് പ്രതികൂലമില്ലല്ലോ, അവന് യാതൊരു കുഴപ്പമില്ലല്ലോ. നാം ബന്ധുക്കളിലേക്ക് നോക്കും, നാം കൂട്ടുകാരിലേക്ക് നോക്കും, അവർക്കൊന്നും കുഴപ്പമില്ലല്ലോ. എന്നാൽ നോക്കാൻ കൊള്ളാവുന്നവൻ, ചാരാൻ കൊള്ളാവുന്നവൻ, ആശ്രയിക്കാൻ കൊള്ളാവുന്നവൻ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. അവൻ്റെ കഷ്ടതകൾ ധ്യാനിക്കുമ്പോൾ, അവൻ നമുക്ക് വേണ്ടി സഹിച്ച പീഡകൾ ധ്യാനിക്കുമ്പോൾ, ദർശിക്കുമ്പോൾ നമ്മുടെ കഷ്ടതകൾ സാരമില്ലെന്ന് തോന്നും. ഇന്ന് നമുക്ക് കഷ്ടങ്ങൾ സാരമില്ലെന്ന് തോന്നാത്തതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, നാം നോക്കേണ്ടവനെ നോക്കുന്നില്ല എന്നുള്ളതാണ്, ദർശിക്കേണ്ടവനെ ദർശിക്കുന്നില്ല എന്നുള്ളതാണ്. ആ ക്രൂശിത രൂപത്തെ നമ്മുടെ കൺമുമ്പിൽ നാം കാണുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ കഷ്ടതയുടെ വലിപ്പം നാം, പ്രിയമുള്ളവരെ, വലുതായി നാം കാണുന്നത്. യേശുവിനെ നോക്കുമ്പോൾ കഷ്ടത സാരമില്ല, അവൻ സഹിച്ചിടത്തോളം ഇല്ലല്ലോ എൻ്റെ കഷ്ടത എന്ന് ചിന്തിച്ച് മുന്നോട്ട് നീങ്ങുന്നവരെ ദൈവം അനുഗ്രഹിക്കും, ദൈവം ബലപ്പെടുത്തും. ഈ കുശവനിലേക്ക് കടന്നു വരുമ്പോൾ ഈ ചെളി കറക്കുകയാണ്. കറക്കുമ്പോൾ കുശവൻ അവിടെ ചേർന്നിരുന്നിട്ട് തൻ്റെ കരം ഒരു കൈ കൊണ്ട് കറക്കുമ്പോൾ വലത് കൈ കൊണ്ട് ഈ ചെളിമേൽ സ്പർശിക്കുകയാണ്. ഈ ചെളിമേൽ സ്പർശിച്ച് തൻ്റെ വിരലുകളുടെ അനക്കത്തിനനുസരിച്ച് മനോഹരങ്ങളായ പാത്രങ്ങളായി രൂപാന്തരപ്പെടുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കറക്കൽ അനുഭവിക്കുന്നവർ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, മറ്റുള്ളവരെക്കാൾ
മനോഹരങ്ങളായി പാത്രമാക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്നുള്ള കാഴ്ചപ്പാടോടെ നിങ്ങൾ ഈ കുശവൻ്റെ കയ്യിലേക്ക്, ഉടയവൻ്റെ കയ്യിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കണം. ഈ ചെളി പൂർണ്ണമായി ലോകത്തിൻ്റെ കുശവൻ്റെ കയ്യിലേക്ക് വിട്ടുകൊടുത്തതുപോലെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കണം. അങ്ങനെ മനോഹരങ്ങളായി പാത്രങ്ങളായി പുറത്തിറങ്ങുകയാണ്. എന്നാൽ ബാക്കിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ, ഈ കറക്കം അനുഭവിക്കാത്ത ചെളിയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ, ഈ എടുക്കാത്ത ചെളിയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ, ഇന്നും അതുപോലെ തന്നെ അവിടെ കിടക്കുകയാണ്. ആരാലും നിന്ദിക്കപ്പെട്ട്, ആരാലും തള്ളപ്പെട്ടവരായി കിടക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇന്നതുകൊണ്ട് കഴിഞ്ഞ നാളുകളിൽ അനുഭവിക്കുന്ന വേദനയിൽ നിന്ന് ഒരു മാറ്റം വരുത്താൻ, ഒരു രൂപാന്തരം വരുത്താൻ, നിങ്ങളുടെ ജീവിതത്തെ A-Z വരെയും മാറ്റിമറയ്ക്കുന്നവനായ യേശു ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. നല്ല കുശവനായവൻ കടന്നു വന്നിട്ടുണ്ട്. അവൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? കർത്താവേ, നീ തരുന്ന ഏത് കഷ്ടതയും ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കാമോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. വേദപുസ്തകം പഠിക്കുമ്പോൾ, ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അനുഗ്രഹം പ്രാപിച്ച ആരെന്ന് നോക്കിക്കഴിഞ്ഞാൽ പഠിക്കുന്നത് കാണാൻ സാധിക്കുന്നു. കൂടുതൽ കർക്കം അനുഭവിച്ചവരാണ് കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ളത്. ജോസഫിൻ്റെ ജീവിതം നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ജോസഫ് മന്ത്രിയായി. പക്ഷേ മന്ത്രിയായതാണ് നാം കാണുന്നുള്ളൂ. അതിൻ്റെ പിന്നിലുള്ള കർക്കം, ജോസഫ് അനുഭവിച്ച ആ വേദന, ജോസഫ് അനുഭവിച്ച ആ പീഡ, തൻ്റെ സഹോദരങ്ങൾ തനിക്ക് വേണ്ടി ഭക്ഷണ പദാർത്ഥവുമായി കൊണ്ടുവന്ന ആ ജോസഫിനെ ഭക്ഷണങ്ങൾ വാങ്ങിച്ച് ഇവൻ കഴിച്ചതിന് ശേഷം പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിടുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. ആരാണ് ചെയ്തത്? കൂട്ടുകാരല്ല ചെയ്തത്. ഒരപ്പൻ്റെ മക്കൾ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിടുന്നു. ജോസഫ് ഈ പൊട്ടക്കിണറ്റിൽ വീണപ്പോൾ ആരെയും പഴിച്ചില്ല, ആരോടും എതിർപ്പ് കാണിച്ചില്ല. ഈ പൊട്ടക്കിണറ്റിൽ അവിടെ കിടക്കുകയാണ്. ദൈവത്തെ നിന്ദിച്ചില്ല. ഇന്ന് നാം ആണെങ്കിൽ അല്പം പ്രതികൂലം വരുമ്പോൾ, സഹോദരങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നാം നിന്ദിച്ച് മുന്നോട്ട് നീങ്ങുന്നവരാണ്. എന്നാൽ ജോസഫ് തൻ്റെ സഹോദരങ്ങൾ പൊട്ടക്കിണറ്റിൽ ഇട്ടപ്പോഴും നിന്ദിക്കാതെ ദൈവത്തെ സ്നേഹിച്ചു. ഇതാ അവിടെ നിന്ന് കയറ്റി, പിന്നെ ഇതാ മിദ്യാന്യർക്ക് വിൽക്കുകയാണ്. ജോസഫ് ഒട്ടും പ്രതീക്ഷിച്ചില്ല സഹോദരങ്ങൾ, തൻ്റെ ജ്യേഷ്ഠന്മാർ ഇങ്ങനെ ചെയ്യുമെന്ന്. മിദ്യാന്യർക്ക് വിറ്റു. മിദ്യാന്യർ പൊത്തിപ്പേർന്ന് വിറ്റു. കാരാഗ്രഹത്തിൽ ആക്കി കഷ്ടത അനുഭവിക്കുകയാണ്. അതിൻ്റെ നടുവിലും ജോസഫ് സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ നിന്നു. ഈ കാരാഗ്രഹത്തിലാക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ കർത്താവിന് തോന്നി ഇവൻ കൊള്ളാമെന്ന് തോന്നിയപ്പോൾ കാരാഗ്രഹത്തിൽ നേരെ പോയത് മന്ത്രി സ്ഥാനത്തേക്കാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, രാജവീതിയിലൂടെ സഹോദരങ്ങൾ വന്നു. അവർക്കൊന്നും മന്ത്രിയാകാൻ സാധിച്ചില്ല. പ്രതികൂലത്തിൻ്റെ നടുവിൽ, കറക്കലിൻ്റെ നടുവിൽ വന്നവർക്ക് മാത്രമാണ് മന്ത്രിയാകാൻ സാധിച്ചുള്ളൂ. പൊട്ടക്കിണറ്റിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ, അവിടെ നിന്ന് കയറ്റിയപ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ ദൈവ മന്ത്രിയാകാൻ ഇനിയും ഒരു കഷ്ടത വേണം, ഇനിയൊരു കറക്കൽ വേണമെന്ന് മനസ്സിലാക്കി വീണ്ടും അത് മിഥ്യാന്യർക്ക് വിൽക്കുന്നു. മിഥ്യാന്യർക്ക് വിറ്റപ്പോൾ പോരാ, മന്ത്രിയാകാൻ ഇനിയും ചില രൂപാന്തരം വന്നം, വീണ്ടും കറക്കൽ വേണമെന്ന് മനസ്സിലാക്കിയപ്പോൾ പൊത്തിപ്പേറിന് വിൽക്കുന്നു. പൊത്തിപ്പേർ ആ ഭവനത്തിൽ വേലയൊക്കെ ചെയ്തപ്പോൾ പോരാ, മന്ത്രിയാകാൻ തെളിഞ്ഞില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ വീണ്ടും കാരാഗ്രഹത്തിലേക്ക് വിടുകയാണ്.
കാരാഗ്രഹത്തിൽ നിന്ന് നോക്കിയപ്പോൾ ഇവൻ മന്ത്രി, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞുവെന്ന് എൻ്റെ ദൈവത്തിന് തോന്നിയപ്പോൾ നേരെ മന്ത്രിയേക്കുവാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, അത് നീ പ്രതികൂലത്തിൻ്റെ നടുവിലാണോ? എത്രത്തോളം പ്രതികൂലം നീ അനുഭവിക്കുന്നുണ്ടോ അത്രത്തോളം നിന്നെ ഉയർത്താൻ വേണ്ടിയിട്ടാണ് ജോസഫിൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരെ നീ നോക്കണ്ട. മറ്റുള്ളവരെ നോക്കുമ്പോൾ അവർ സന്തോഷമായി മുന്നോട്ട് നീങ്ങുന്ന യാതൊരു പ്രതികൂലവുമില്ല. എന്നാൽ നീ ഏറ്റവും കൂടുതൽ കറക്കൽ അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിനക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും മറ്റുള്ളവരെക്കാൾ ഉന്നതിയും ഉയർച്ചയും നിൻ്റെ കുടുംബജീവിതത്തിൽ ലഭിപ്പാൻ എന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി ഈ ദൈവത്തിൽ ചേർന്ന് നിന്നാൽ നിന്നെ ഉയർത്താൻ മതിയായവനാണ്, നിന്നെ രൂപാന്തരപ്പെടുത്താൻ മതിയായവനാണ്, നിൻ്റെ കുടുംബത്തിലെ പ്രശ്നം മാറ്റാൻ മതിയായവനാണ്, നിന്നെ സമൃദ്ധിയിലേക്ക് ആനയിക്കാൻ മതിയായവനാണ്. അതിനിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം നാം മഹത്വപ്പെടുമാറാകട്ടെ. Devo